നമസ്കാരം, തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുമ്പോൾ കൈ പൊള്ളുമോ? ഗ്യാസ് സിലിണ്ടറിന് ക്ഷാമമുള്ള ഈ കാലത്ത് മിക്ക വീട്ടമ്മമാരുടെയും ആശങ്കയാണിത്. എന്നാൽ സത്യം അതല്ല. ഗ്യാസിനേക്കാൾ വേഗത്തിലും ലാഭത്തിലും പാകം ചെയ്യാൻ ഇൻഡക്ഷൻ നിങ്ങളെ സഹായിക്കും. ചില ചെറിയ അശ്രദ്ധകൾ കൊണ്ടാണ് പലപ്പോഴും ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ വൈദ്യുതി ബില്ല് കുതിച്ചുയരുന്നത്. കറണ്ട് ബില്ല് കൂടാതിരിക്കാൻ ഇൻഡക്ഷൻ കുക്കറിൽ ശ്രദ്ധിക്കേണ്ട ചില ചെറിയ സൂത്രങ്ങളുണ്ട്. ഇൻഡക്ഷൻ കുക്കറിന്റെ പ്രവർത്തനക്ഷമത പൂർണ്ണമായും പാത്രങ്ങളെ ആശ്രയിച്ചാണ്. അടിഭാഗം പരന്ന കാന്തിക ഗുണമുള്ള സ്റ്റീൽ അല്ലെങ്കിൽ ഇൻഡക്ഷൻ ബേസ് പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക. അടിഭാഗം വളഞ്ഞതോ വലിപ്പം കുറഞ്ഞതോ ആയ പാത്രങ്ങൾ ഉപയോഗിച്ചാൽ ഊർജം നഷ്ടപ്പെടുകയും പാചകത്തിന് കൂടുതൽ സമയമെടുക്കുകയും ചെയ്യും. എപ്പോഴും ഹൈ പവർ മോഡിൽ പാകം ചെയ്യുന്നത് വൈദ്യുതി പാഴാക്കാൻ കാരണമാകുന്നുണ്ട്. വെള്ളം തിളപ്പിക്കാൻ ഉയർന്ന പവർ ഉപയോഗിക്കാമെങ്കിലും കറികൾ വെന്തു തുടങ്ങുമ്പോൾ പവർ കുറച്ചു വെക്കുക. മിക്ക കുക്കറുകളിലും ഓരോ വിഭവത്തിനും, ഉദാഹരണം ചപ്പാത്തി, പാൽ, കറി, പ്രത്യേക മോഡുകൾ ഉണ്ടാകും. അവ കൃത്യമായി ഉപയോഗിക്കുന്നത് ശീലമാക്കുക. ഫ്രിഡ്ജിൽ നിന്നും എടുത്ത പച്ചക്കറികളോ പാലോ നേരിട്ട് ഇൻഡക്ഷൻ കുക്കറിൽ വെച്ച് പാകം ചെയ്യുന്നത് ഒഴിവാക്കണം. ഇവയിലെ തണുപ്പ് മാറാൻ വൈദ്യുതി കൂടുതൽ ആവശ്യമായി വരുന്നു. പാചകം ചെയ്യുന്നതിന് അരമണിക്കൂർ മുമ്പേ ഇവ പുറത്തെടുത്ത് വെക്കുന്നത് വൈദ്യുതി കൂടുതൽ ലാഭിക്കാൻ സഹായകമാകും. തുറന്ന പാത്രത്തിൽ പാകം ചെയ്യുന്നത് ചൂട് പുറത്തു പോകാൻ കാരണമാകുന്നുണ്ട്. എപ്പോഴും പാത്രം മൂടി വെക്കുക. ഇത് പാചക സമയം 30% വരെ കുറയ്ക്കുകയും അതുവഴി വലിയൊരു തുക വൈദ്യുതി ബില്ല് ലാഭിക്കാൻ സഹായിക്കുകയും ചെയ്യും. പാത്രത്തിലും ഇൻഡക്ഷൻ പ്ലേറ്റിനുമുള്ള ശേഷിക്കുന്ന ചൂട് ഉപയോഗിച്ച് വിഭവങ്ങൾ പാകം ചെയ്യാനും സാധിക്കും. ഇൻഡക്ഷൻ കുക്കറിലെ ഫാൻ പ്രവർത്തിക്കുമ്പോൾ പ്ലഗ് ഊരുന്നതും ഒഴിവാക്കുക. പ്ലേറ്റ് തണുപ്പിക്കാൻ ഫാൻ അത്യന്താപേക്ഷിതമാണ്. കുക്കറിന്റെ ഗ്ലാസ് പ്രതലവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. അഴുക്ക് പിടിച്ചിരുന്നാൽ ചൂട് കൈമാറ്റം ചെയ്യുന്നതിൽ തടസ്സമുണ്ടാകും. ഇനി ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കൂടുന്ന പേടി വേണ്ട.